ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമാങ്ങ അച്ചാറാണ് കേട്ടോ. 8 മാങ്ങയാണ് കേട്ടോ അച്ചാറാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി നൈസായിട്ട് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെയിലത്ത് വെച്ചിട്ടാണ് അച്ചാറിടുന്നത്. ഇത് ഞങ്ങളുടെ ബാക്കിലത്തെ വ്യൂ ആണ്. പാടാണ്, പക്ഷെ കുറേ നാളായിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് തന്നെയുണ്ട് നിൽക്കുന്നത്. അച്ചാറിടാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. ആദ്യം കടുകിടുന്നതിന് പകരം ഞാൻ ഉലുവയാണ് ഇട്ടേ. അങ്ങനെ തിരിച്ചിട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് രൂപകൽപ്പന വരുത്തി. അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അത് ഇവിടെയും അത്രയേ ഉള്ളൂ. കടുകും ഉലുവയും പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആയിരുന്നു. 12 എണ്ണം എടുത്തിട്ടുണ്ട്. അത് പകുതിയായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് അച്ചാറിക്ക് അടിപൊളിയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണത് പച്ചമുളകും വേപ്പിലയും കൂടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 5 പച്ചമുളകും 3 തണ്ട് വേപ്പിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 4 ടീസ്പൂൺ മുളകും പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചി പച്ചമുളക് വേപ്പില അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായി മിക്സ് ആയതിന് ശേഷം 4 തണ്ട് ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനിടയിൽ ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ആവശ്യത്തിന് സർക്ക വെച്ചതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇതിനിടയിൽ നമ്മൾ ഉണക്കമാങ്ങ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് വാർത്തെടുത്തതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുക. 3 ദിവസമാണ് കേട്ടോ ഞാൻ വെയിൽ കൊള്ളിച്ച്. ആ ഉണങ്ങിയ മാങ്ങ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നേരം ഇട്ട് വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ആ ഒരു ടൈമിൽ നമ്മളത് വാർത്തെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ കടുക് അരച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ. എനിക്കൊരു ഇത്തിരി ഉപ്പ് കുറവ് തോന്നി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ അച്ചാറിടാനായിട്ട് ചില്ലുകുപ്പിയാണ് നല്ലത്. അതും ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് വേണം നമ്മൾ അച്ചാർ അതിലേക്ക് ഇട്ട് വെക്കാനായിട്ട്. ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതെന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്.